ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചു വന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തും. ശലോമോൻ രാജാവ് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത രീതിയിൽ ഒരു ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു. ആ ദൈവാലയത്തിൻ്റെ നിർമ്മാണം വളരെ മനോഹരമായ രീതിയിൽ പുരോഗമിച്ചു. ദൈവാലയ നിർമ്മാണങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ സമയത്ത് അതിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ജനമെല്ലാം അവിടെ ഒരുമിച്ച് കൂടിയതിന് ശേഷം അവിടെ ദൈവജനം എല്ലാം ചേർന്ന് ശലോമോൻ രാജാവിനോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെട്ടു. രാജാവ് സകല ജനത്തിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ഈ ആലയത്തിന് വേണ്ടിയും ആലയത്തിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ കുറേ ഭാഗം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ മനസ്സിലാക്കിയതാണ്. 38-ാം അധ്യായം, 1 രാജാക്കന്മാർ 1-ാം അധ്യായം 8-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിച്ചു: ആരെങ്കിലും മനപീഡയോടുകൂടെ ഈ ആലയത്തിലേക്ക് വന്ന് ദൈവസന്നിധിയിൽ തങ്ങളുടെ സങ്കടങ്ങളോടുകൂടി വന്നു കഴിഞ്ഞാൽ ദൈവമേ, നീ അവരുടെ മനപീഡകളെ മാറ്റിക്കൊടുക്കണമേ എന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തി. അപ്പോൾ നമുക്ക് അന്ന് ദൈവം നൽകിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ദൈവാലയത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ മനപീഡകൾ ആര് മാറ്റിത്തരും? ദൈവം മാറ്റിത്തരും. യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, നിങ്ങളുടെ മനപീഡകളെ മാറ്റിത്തരാം. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, മനസ്സിൻ്റെ പ്രയാസങ്ങൾ ഇറക്കി വയ്ക്കുന്നതിന് ദൈവം നമുക്ക് നൽകിയ ഒരിടമാണ് നമ്മുടെ ദൈവാലയം. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവാലയത്തെക്കുറിച്ചുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ എന്തൊക്കെ എന്നതാണ്. ഈ ദൈവാലയത്തിലൂടെ ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ എന്താണ് ദൈവാലയത്തെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം? അതിലൊരു ഉദ്ദേശം ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, പിന്നെ ദൈവജനത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി. മൂന്നാമത് നമ്മൾ പറഞ്ഞതാണ് ദൈവജനത്തിൻ്റെ മനപീഡകൾ മാറുന്നതിന് വേണ്ടി. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഓരോ കാലഘട്ടങ്ങളിലും മനസ്സിൻ്റെ പ്രയാസങ്ങൾ വരും. മനപ്രയാസമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. ഉണ്ടോ? നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മനപ്രയാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരോട് ഷെയർ ചെയ്താലും നമ്മുടെ മനപ്രയാസങ്ങളൊന്നും മാറണമെന്നില്ല. പക്ഷേ നമ്മുടെ മനപ്രയാസങ്ങൾ മാറാൻ ദൈവം നമുക്ക് നൽകിയ ഇടമാണ് നമ്മുടെ ദൈവാലയം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ മനപീഡകൾ, നമ്മൾ അനുഭവിക്കുന്ന മനസംഘർഷങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മൾ നമ്മുടെ ദേശങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകണം. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത്, ദേശത്ത് നമുക്ക് മഴയില്ലാതിരിക്കുമ്പോൾ, വേനൽ കൂടുമ്പോൾ, നമുക്ക് ദേശത്ത് നിന്ന് വിളവ് കിട്ടാതിരിക്കുമ്പോൾ, ദേശത്ത് പല രീതിയിലുള്ള രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണമെന്നാണ്? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവാലയത്തിൽ വന്ന് ദൈവസന്നിധിയോട് ചേർന്ന് വരണം. അതിന് ദൈവം പരിഹാരം നൽകും എന്ന് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ ദേശത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ, മഹാമാരി ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് യാചിക്കുകയും വേണം. നമ്മൾ ഇനി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് 41-ാമത്തെ വാക്യം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു നിർത്തി. അടുത്തത്, നിന്റെ ജനമായ ഇസ്രായേലിലുള്ളവനല്ലാതെ ഒരു അന്യജാതിക്കാരൻ ഈ ദേശത്ത് വന്ന് നിന്റെ നാമം ഹേതുവായി നിന്റെ ആലയത്തിൻ്റെ അരികിൽ വന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾക്ക് ദൈവാലയത്തോട് സ്ഥിരമായി ചേർന്ന് വരുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ്. അടുത്ത് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു അന്യജാതിക്കാരൻ വന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരാധനകളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത ഒരാൾ വന്നു, അവർക്ക് വേണ്ടി കൂടെ ഉള്ളതാണ് ഏത്? നമ്മുടെ ദൈവാലയം. ബൈബിളിൽ ഒരു വചനമുണ്ട്, നിങ്ങൾക്ക് പറയാമോ? എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ആലയം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സകല ജാതികളുടെയും അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. ഒരിടത്ത് ഒരു ദൈവാലയം പണിയുമ്പോൾ അത് ആ ദേശത്തിലെ സകല ജനത്തിൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സകല ജനത്തിൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഇതിലൂടെ പോകുന്ന ധാരാളം പേർ ഇവിടെ ഒരു ദൈവാലയം ഉള്ളത് കണ്ടിട്ട് എങ്ങനെ പോകും? ഒന്ന് വണങ്ങിയിട്ട് പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മാത്രമല്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ധാരാളം പേർ, പല ജാതി മതസ്ഥർ വാഹനങ്ങളിൽ പോകുമ്പോൾ, ഞാൻ ഈ സ്കൂൾ ബസ്സൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഫ്രണ്ടിൽ കുഞ്ഞുങ്ങൾ
ആ ബസ്സിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കുഞ്ഞുങ്ങളെ കയറ്റാനായിട്ട് വാഹനങ്ങൾ നിർത്തുമ്പോൾ പല സ്ഥലങ്ങളിലുള്ള മക്കളാണ്, നമുക്കറിയില്ല ആരെയും. അവരവിടെ നിന്ന് ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്? ഒരു ആലയം ഒരു ദേശത്ത് പണിയപ്പെടുമ്പോൾ സകല ജനത്തിനും ആ അനുഗ്രഹം ആ ആലയം ഒരു ഭയങ്കരമായ ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരും. ഇനി ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ തൊട്ട് മുൻപ് പ്രവർത്തിച്ചിരുന്ന ആലയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ആലയവും ഇതുപോലെ റോഡിനോട് ചേർന്നാണ് ആലയം ഇരിക്കുന്നത്. റോഡിനോട് ചേർന്നിരിക്കുന്ന മനോഹരമായ ഒരു ആലയമാണ്. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഒരിക്കൽ ആലയത്തിൽ എല്ലാവരും കൂടെ ഇതുപോലെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ആരാധനയോട് ചേർന്ന് ഇടയ്ക്കൊരു പൊതുയോഗം നമ്മൾ വിളിച്ചു. അപ്പോൾ പൊതുയോഗം വിളിച്ചപ്പോൾ അന്ന് ഈ കോവിഡൊക്കെ ആയിരുന്ന സമയമാണ്. കോവിഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പള്ളിയിലൊന്നും വരാൻ പറ്റുന്നില്ലായിരുന്നു. വല്ലപ്പോഴും കുറച്ച് പേർക്ക് വരാൻ പറ്റും. ഒരു ബെഞ്ചിൽ 2 പേരോ 3 പേരോ ഒക്കെയാണ് വന്നിരുന്നത്. വളരെ ആൾ കുറവായിരുന്നു. ആൾക്കാർക്ക് വരാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ആ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ പള്ളി നമുക്ക് ഒന്ന് തുറന്നിട്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ സമയത്തിന് ഞങ്ങൾക്ക് വന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാമായിരുന്നല്ലോ. ഇതിപ്പോൾ പള്ളി തുറക്കുന്ന സമയത്ത് മാത്രമാണല്ലോ ഞങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങളുടെ ആലയം ആ സമയത്ത് പകൽ സമയത്ത് തുറന്നിടാനായിട്ട് തുടങ്ങി. അതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഈ കൊച്ചുമക്കളുണ്ടല്ലോ, കൊച്ചുമക്കൾ സ്കൂളിൽ പോകാനായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെല്ലാം, രാവിലെ ജോലിക്ക് പോകാനായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ക്രിസ്ത്യൻസ് മാത്രമല്ല മറ്റ് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ വരെ നേരെ വന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മുടെ ഇതുപോലെ വാതിലുണ്ട്, വാതിലിൻ്റെ അവിടെ വന്ന് നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് നിർത്തി പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഞാൻ മിക്ക ദിവസം രാവിലെ പള്ളിയിൽ വരും. മിഷൻ വീട് പള്ളിയിൽ ഇത് കുറച്ച് മാറിയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ അവർ കൊണ്ടുവന്നിട്ട് പറയും, അച്ഛാ എൻ്റെ കുഞ്ഞിന് പരീക്ഷയാണ്, സ്കൂളിൽ പോകുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു രാവിലെ ഒരു 30-40 പേര് ആ പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് കൃത്യമായിട്ട് വന്നു തുടങ്ങി. അതിൻ്റെ നന്മയെന്ന് പറയുന്നത് ആ ജനവും ആ ദേശവും അതിനൊത്ത രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് നമ്മുടെ കഴക്കൂട്ടം പള്ളിയിൽ ഞാനിങ്ങനെ പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ട് പള്ളി ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അതിനകത്ത് മനോഹരമായ ആൾത്താരയ്ക്കകത്ത് 1-2 ലൈറ്റൊക്കെ ഇട്ട് വളരെ ശാന്തമായിട്ട് അവിടെ ആൾക്കാർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈസ്റ്റാപുരം പള്ളിയിലേക്ക് പോയി, അവിടെ അതുപോലെയാണ്. നമുക്കൊന്ന് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പോയിരുന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് വലിയൊരു ദൈവാനുഗ്രഹമാണത്. കാരണം ഞാനീ പറഞ്ഞ് മനസ്സിലായോ, ദൈവാലയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവാലയം ദൈവമക്കൾക്ക് മാത്രമുള്ളതല്ല, സകല ജനത്തിൻ്റെയും പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറക്കപ്പെടേണ്ട ഒന്നാണ് എന്നതാണ് ദൈവം അതിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, നമ്മുടെ വീട് എന്നും അടച്ചിട്ട് കഴിഞ്ഞാൽ വീട് എങ്ങനെ ഇരിക്കും? നമ്മുടെ വീട് എല്ലാ ദിവസവും തുറന്നാൽ എങ്ങനെ ഇരിക്കും? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെയുള്ള ഒരു അനുഗ്രഹം ദൈവാലയത്തിനുള്ളിൽ ഉണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ദൈവാലയം ദൈവജനത്തിൻ്റെ, ജാതികളുടെ, സകലരുടെയും പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മൾ തുറന്നു വയ്ക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവജനത്തിന് എപ്പോഴൊരാവശ്യം വന്നാലും അവർക്ക് ഓടി വരുവാൻ തുറക്കപ്പെട്ടിരിക്കണം? ദൈവാലയം തുറക്കപ്പെട്ടിരിക്കണം. ഇപ്പോൾ പകലൊരു 12 മണിക്ക് നിങ്ങൾക്ക് തോന്നുകയാണ്, ഇതിലെ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സങ്കടമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഒരു സംഘർഷമുണ്ട്. നിങ്ങൾ ബൈക്കിൽ എങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ഭവനത്തിലേക്ക്. നിങ്ങളുടെ വീട്ടിൽ പോയി ആ സങ്കടം നിങ്ങൾക്ക് പകരാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ആലയം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരുന്നാൽ നിങ്ങൾക്ക് അവിടെ പോയി അല്പനേരം ശാന്തമായിരുന്ന് നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ പകരാനായിട്ട് കഴിയും. ഇത് ജെറുസലേം ദൈവാലയം നിർമ്മിച്ചപ്പോൾ ദൈവം ഉദ്ദേശിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ നാട്ടിലൊക്കെ ഇങ്ങനെ പള്ളികൾ തുറന്നിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി പള്ളികൾ അങ്ങനെ പകൽ സമയം ദൈവജനത്തിൻ്റെ, ജാതികളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. ആ ആലയത്തിലൂടെ ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടിട്ടും ഉണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, ഇത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വലിയൊരു കാര്യമാണ്. അതുവരെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ലായിരുന്നു.
പക്ഷെ ആലയം തുറക്കപ്പെട്ടപ്പോൾ ജനത്തിൻ്റെ മുടങ്ങിക്കിടുന്ന പല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അത് വഴിയായി, വാതിലായി പുതുതായി തുറക്കപ്പെട്ടു എന്നതാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ലഭ്യമാകുന്ന ഒരു സമയത്തെങ്കിലും ദൈവാലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ വരാനുമുള്ള ഒരിടമായി നമ്മളതിനെ കാണണം. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മനോഹരമായൊരു ദൈവാലയമുണ്ട്. ദൈവാലയത്തിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല വൃത്തിയുണ്ട്, അകവും നല്ല വൃത്തിയുണ്ട്. പക്ഷെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 3 ദിവസം മാത്രമാണ്. എന്തൊക്കെയാണ്? ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് വരും, ബുധനാഴ്ചകളിൽ നമ്മൾ വരും, ശനിയാഴ്ചകളിലും വരും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ വരാനും പ്രാർത്ഥിക്കാനും ദൈവത്തോട് ചേർന്നിരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നതിന് വേണ്ടി നമ്മൾ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ജാതികൾക്ക് നമ്മുടെ ദേശത്തിലെ ആലയം ഭയങ്കരമായ അനുഗ്രഹമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും വേഗത്തിൽ അവർ വിശ്വാസത്തോടു കൂടെ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തെ നോക്കി നമ്മുടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവരുടെ യാചനകൾക്ക് ദൈവം അതിവേഗത്തിൽ മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. ആ ദൈവമാണ് നമ്മുടെ ദൈവം എന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ദൈവാലയം ദൈവം പണിത് നൽകിയത് ദൈവജനത്തിന് വേണ്ടി തുറക്കപ്പെട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിലൂടെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളെപ്പോഴും റിസീവ് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു സങ്കടം വന്നു. 5 ദിവസം കഴിഞ്ഞിട്ടല്ല നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പറയേണ്ടത്. നിങ്ങളുടെ വിയർപ്പും അധ്വാനവും കഷ്ടപ്പാടും കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ദൈവാലയത്തിൽ നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ, മനപീഡ വന്നാൽ, അപ്പോൾ വന്ന് പറയണം ദൈവത്തോട്. അവിടെ ഒരു ദൈവസാന്നിധ്യം ഉണ്ട്. ആ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാനായി ഉള്ളതാണ്. അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. 41-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അന്യജാതിക്കാരൻ നിന്റെ നാമം ഹേതുവായി അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ, 42-ാമത്തെ വാക്യം, ഈ ആലയത്തിലേക്ക് നോക്കി അവൻ പ്രാർത്ഥിച്ചാൽ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് ദൈവമേ നീ ഇത് കേൾക്കുകയും ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ നിന്ന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും എന്താ പറഞ്ഞിരിക്കുന്നത്? ചെയ്തു കൊടുക്കണമേ. അന്യജാതിക്കാരൻ നിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും അവന് ചെയ്തു കൊടുക്കണമേ. അപ്പോൾ അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദേശത്തുള്ള സകല ജനത്തിൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ആലയം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ആലയം നമുക്കും അനുഗ്രഹത്തിനുള്ളതാണ്, ജനത്തിനും അന്യജാതിക്കാരനും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്കും ഒക്കെ ഒരുപോലെ ദൈവാനുഗ്രഹത്തിന് കാരണമായിട്ടുള്ളതാണ്. അടുത്ത കാര്യം 44-ാമത്തെ വാക്യമാണ്. നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവൻ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഈ നഗരത്തിലേക്ക് നിന്റെ നാമത്തിൽ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിൽ വിജയം തരുമെന്നതാണ്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു, ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ ദൈവം പറയുന്നത് ആ സമയത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ വച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയം. ആ ദൈവാലയത്തിൽ ഒരു ദൈവസാന്നിധ്യമുണ്ട്. നിങ്ങൾ പോകുന്ന വഴിയിൽ നേരിട്ട് ഒരുപക്ഷെ ഇവിടെ വരാൻ പറ്റില്ല. അവിടെ വെച്ച് നിങ്ങളുടെ ദൈവാലയത്തെ നിങ്ങൾ മനസ്സിൽ കണ്ട് ആരോട് നിലവിളിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ കാര്യത്തിൽ ദൈവം നിങ്ങളുടെ ഉദ്ദേശം അനുഗ്രഹമാക്കി തരുമെന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യത്തിന് പുറപ്പെടുന്നു, പക്ഷെ നിങ്ങൾ ഇവിടെയല്ല, നിങ്ങൾ വിദൂരതയിലാണ് എങ്കിലും ആ കാര്യം ദൈവം നടത്തിത്തരും. അടുത്ത് പറയുന്ന കാര്യം, നിങ്ങളെ പരദേശികളായി ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി, നിങ്ങൾ ഇവിടെ നിന്ന് വേറെ ദേശത്ത് ജോലിക്ക് പോയി, നിങ്ങൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തായിപ്പോയി, ജോലിക്ക് വേണ്ടിയോ തൊഴിൽപരമായിട്ടോ വിദ്യാഭ്യാസത്തിനോ ഈ നാട് വിട്ടിട്ട് മറ്റ് നാടുകളിലേക്ക് നിങ്ങൾ പോയി. എന്നാൽ അവിടെ ഇരുന്ന് ഈ ദൈവാലയത്തിൻ്റെ ഉള്ളിലുള്ള ദൈവാനുഗ്രഹത്തെ മനസ്സിൽ ധ്യാനിച്ച് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? ആരാണ്? ദാനിയേൽ. ദാനിയേലിനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയതാണ്, പരദേശിയായി പിടിച്ചുകൊണ്ട് പോയി. പക്ഷെ ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ദാനിയേൽ ഈ വചനമാണ് ഏറ്റെടുത്തത്. ഈ ശലോമോൻ പറഞ്ഞ വചനം, എന്നെങ്കിലും ഇവിടെ നിന്ന് പരദേശിയായിട്ട് പോകേണ്ടി വന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ ദൈവാലയത്തെ മനസ്സിൽ ധ്യാനിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അതിലിടപെടും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ജെറുസലേമിന് നേരെ കിളിവാതിലുകളെ തുറന്നിട്ട് മുൻപ് ചെയ്ത് വന്നു പോയതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഈ വചനം
ദാനിയേലിന്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുകയാണ്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് നാട് വിട്ട് ജോലിക്ക് പോകുന്നു, വിദൂരതയിൽ കുറച്ച് ദിവസം നിങ്ങൾ പോകുന്നു, മറ്റ് രാജ്യങ്ങളിൽ പോകുന്നു, പഠിക്കാൻ പോകുന്നു. എവിടെ പോയാലും നിങ്ങൾ വളരാനും ഉയരാനും ദൈവാനുഗ്രഹം പ്രാപിപ്പാനും ഇടയായ ദൈവം നൽകിയ ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ എന്നും നിലനിൽക്കുകയും അതിലോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയോടും ധ്യാനത്തോടും ചേർന്ന് നിൽക്കുകയും വേണം. നിങ്ങൾ എവിടെ പാർത്താലും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകാൻ അടിസ്ഥാനം ഇട്ടത് എവിടെയാണ്? ഈ ദൈവാലയമാണ്. കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ പല സ്ഥലങ്ങളിലേക്കും പോകും, പലയിടങ്ങളിലേക്കും മാറിപ്പോകും, പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി ജോലി ചെയ്യും. ചിലരൊക്കെ നമ്മുടെ രാജ്യത്തിന് പുറത്ത് പോയി സെറ്റിൽഡ് ആവും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വന്ന വഴി എവിടെയാണ്? ഇവിടെ നിന്നാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ചെയ്യുന്ന ഒരാളാണ് ദാനിയേൽ. ജെറുസലേമിലായിരുന്നപ്പോൾ എങ്ങനെ പ്രാർത്ഥനാ ജീവിതം നയിച്ചോ അതേ പ്രാർത്ഥനാ ജീവിതം ഇന്ന് അദ്ദേഹം കൽദയ ദേശത്ത് ആയിരിക്കുമ്പോഴും ചെയ്യുകയാണ്. നമ്മൾ നാട് വിട്ടു പോകുമ്പോൾ ഈ ഒരു ശീലം നമുക്കുണ്ടാകണം. അത് ഈ ദൈവാലയം നിർമ്മിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ ദൈവാലയത്തിൽ നിന്നാണ് ദൈവം നമ്മളെ വളർത്തുന്നത്. ഇസ്രായേൽ മക്കൾ അറിയാമല്ലോ, അവർ ഈ ജെറുസലേമിന്റെ ചുറ്റുവട്ടത്ത് മാത്രമല്ല താമസിക്കുന്നത്. ഇവർ പല ദേശങ്ങളിൽ ഇങ്ങനെ ചിതറി പാർക്കുകയാണ്. ഡയസ്പോറ ജ്യൂസ് എന്നവർ വിളിക്കും. പല മേഖലകളിൽ ചിതറി പാർക്കുന്നു. വർഷത്തിൽ 3 പ്രാവശ്യമാണ് ഇവർ ഈ ദൈവാലയമുള്ള സ്ഥലത്തേക്ക് മടങ്ങി വരുന്നത് ആരാധിക്കാൻ വേണ്ടി, പ്രധാന ദൈവാലയത്തിലേക്ക്. പക്ഷേ എവിടെ പോയിരുന്നാലും ഏത് മുടക്കില്ല? ദിവസേനയുള്ള ദൈവാലയത്തിനുള്ളിലെ ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന അവർ മുടക്കാറില്ല. നിങ്ങൾ രാവിലെ നിങ്ങളുടെ ജോലിക്ക് പോകുന്നു, നിങ്ങൾക്ക് പള്ളിയിൽ വരാനായിട്ട് കഴിയില്ല. പക്ഷേ ദൈവസാന്നിധ്യമുള്ള ആലയത്തിൽ നിങ്ങളുടെ മനസ്സ് ധ്യാനിച്ച് ക്രൂശിലേക്ക് നോക്കി യേശുവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചിട്ട് പോകണം. നിങ്ങൾ രാവിലെ നിങ്ങളുടെ വ്യാപാരത്തിന് പോകുന്നു, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നു, നിങ്ങളെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അയക്കുന്നു, ജോലിക്ക് പോകുന്നു, വാഹനമെടുക്കുന്നു, ഏത് കാര്യമായിരുന്നാലും നമ്മളുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ദൈവാലയം തന്നെയാണ്. വേറെ ഒന്നുമല്ലല്ലോ. അടിസ്ഥാനം, ബേസ് എന്ന് പറയുന്നത് ദൈവാലയമാണ്. ആ ദൈവാലയത്തിലുള്ള ദൈവസാന്നിധ്യം, ആ ദൈവാലയത്തിലൂടെ ദൈവം നമ്മുടെ മേൽ പകർന്ന ദൈവകൃപ എല്ലാ ദിവസവും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന്, അടുത്താണെങ്കിൽ ദൈവാലയസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുക. വിദൂരതയിലാണെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിൽ ദൈവത്തിന്റെ ആലയത്തിന്റെ പരിശുദ്ധിയെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അവിടെ ഇരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൂരെയായിപ്പോയി, നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല, അതിൻ്റെ ഓപ്ഷനാണ് ദാനിയേലിന്റെ ലൈഫിലൂടെ പറഞ്ഞു തരുന്നത്. ദൈവാലയത്തിലുള്ള ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അതിനെ ചേർത്ത് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വീണ്ടും നമ്മൾ വായിച്ച് 48 വാക്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങളെ പലരും പിടിച്ചുകൊണ്ട് പോകും, നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്താൽ ദൈവം തിരിച്ച് നിന്നെ കൊണ്ടുവരും. എവിടെയെങ്കിലും വെച്ച് വീണുപോയി, പക്ഷേ തെറ്റുകളെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ദൈവം അവരോട് പറഞ്ഞു വരുന്നു. ഈ പ്രാർത്ഥന, ഇതിനകത്ത് പറയുന്ന പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴമായി നമ്മളെ സ്വാധീനിക്കുന്ന പ്രാർത്ഥനകളാണ്. 59 വാക്യം. ഈ പ്രാർത്ഥനകളെല്ലാം അതായത് സോളമൻ രാജാവ് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. സകല ജനത്തിന് കൂടെ ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കുചേർത്തു. എന്നിട്ട് പറഞ്ഞു, യഹോവ തന്നെ ആണ് ദൈവം. നമുക്ക് ഈ യഹോവയായ ദൈവമല്ലാതെ കർത്താവായ യേശു മാത്രമാണ് നമ്മുടെ ഏക ദൈവം. ഒന്നാമത്തെ കൽപ്പന ഓർമ്മിപ്പിക്കുകയാണ്. ഏതാണ് ഒന്നാമത്തെ കൽപ്പന? നിന്റെ ദൈവമായ യഹോവയല്ലാതെ നിനക്ക് മറ്റൊരു ദൈവവും ഉണ്ടായിരിക്കരുത്. അത് ഏത് ദേശത്ത് പോയാലും എവിടെ പോയാലും ഏത് കൾച്ചറിൽ താമസിച്ചാലും നമ്മളെ നടത്തിയ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അത് പ്രധാനപ്പെട്ടൊരു കാര്യം. നിങ്ങൾ എവിടെ വസിച്ചാലും എവിടെ പോയാലും ഏത് ജോലി ചെയ്താലും ഏത് വിദ്യാഭ്യാസ മേഖലയിൽ എത്തിയാലും നിങ്ങളെ നടത്തിയ ഒരു ദൈവമുണ്ട്. നിങ്ങളെ ഈ മേഖലയിലേക്ക് കരം പിടിച്ച് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു പ്രധാന സ്ഥാനം ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അടുത്തത് 61 വാക്യം. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രവുമായിരിക്കണം. അപ്പോൾ ദൈവാലയത്തിൽ വരുമ്പോൾ
അടുത്തുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകാഗ്ര ഹൃദയം നമുക്ക് വേണം, ഏകാഗ്രത വേണം. മറ്റൊരു സ്ഥലത്ത് നമ്മൾ പോയിരിക്കുന്നത് പോലെ ദൈവാലയത്തിൽ നമ്മൾ വരുമ്പോൾ ഏകാഗ്രത ഇല്ലാതെ വന്നിരിക്കരുത്. ദൈവാലയത്തിൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നല്ല ഏകാഗ്രത വേണം. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നല്ല കോൺസെൻട്രേഷൻ വേണം. ഏകാഗ്രത കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ കയ്യിൽ ഏകാഗ്രത കിട്ടുന്നതിന് വേണ്ടി ഒരു ടൂളുണ്ട്. ആ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ വചനമോ പാട്ട് പാടുന്ന സമയത്ത് ഏകാഗ്രത മാറാതിരിക്കാൻ വേണ്ടി പാട്ട് പുസ്തകമോ ഇതിലേതെങ്കിലും നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടാകണം. ഇതിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഏകാഗ്രത നമ്മളിൽ നിന്ന്. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്നുകിൽ നിങ്ങൾ ഒന്നുമില്ല, ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കേൾക്കുക. അതാണ് ശ്രദ്ധ വെച്ച് കേൾക്കുക, അടുത്ത് വന്ന് കേൾക്കുക, ഒന്നാമത്തെ കാര്യം. 2, കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എങ്കിൽ കയ്യിൽ എന്തുകൂടെ വേണം? അതിൻ്റെ ടെക്സ്റ്റ് കൂടെ കയ്യിൽ വച്ചേക്കണം. ഏകാഗ്രത നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചെറുതായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന നോട്ട് ചെയ്യുക. പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ കരങ്ങളിലുള്ള പാട്ട് പുസ്തകം ഓപ്പണാക്കി അതിൽ നമ്മൾ പങ്കുചേരുക. അപ്പോൾ ഈ ആരാധനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഏകാഗ്രത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ആരാധനയിൽ വരുന്ന ജനത്തിന് ആരാധനയ്ക്കൊരു പോസ്ചറുണ്ട്. പോസ്ചർ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശരീരഭാഷയുണ്ട്, ആരാധനയുടെ ഒരു ശരീരഭാഷ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ടേബിൾ ഇരിക്കുന്ന ഒരു ശരീരഭാഷയുണ്ട്, അല്ലേ? ഭക്ഷണം എടുത്ത് നമ്മൾ വിനയത്തോടെ കഴിക്കുന്ന ഒരു ശരീരഭാഷയുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ശരീരഭാഷയുണ്ട്. ബൈബിളിൽ ആരാധിക്കുന്ന വ്യക്തിയുടെ ശരീരഭാഷ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ സർവ്വ അംഗവും. അപ്പോൾ സർവ്വ അംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ തള്ളവിരൽ, അറിയാലോ? കാലിൻ്റെ തള്ളവിരൽ, കാലിൻ്റെ മുട്ട്, നമ്മുടെ വയറ്, നമ്മുടെ ഈ ഭാഗം അല്ലെങ്കിൽ നെറ്റി, നമ്മുടെ കൈ, ഇത്രയും നമുക്ക് സാഷ്ടാംഗം ദൈവസന്നിധിയിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. സാഷ്ടാംഗം, അതായത് സർവ്വ അംഗങ്ങളും ദൈവസന്നിധിയിൽ ഭൂമിയിൽ തൊട്ട് ദൈവത്തെ ആരാധിക്കണം. പക്ഷെ നമുക്ക് അതിനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നൽകിയ ഒരു ഇതാണ്, അറ്റ്ലീസ്റ്റ് നമുക്ക് കുറേ നേരം പല പോസ്റ്ററുണ്ട്. ഒന്നാണ് നമുക്ക് എന്ത് ചെയ്യാം? നിന്ന് ദൈവത്തെ ആരാധിക്കാം. കുറേ നേരം നമുക്ക് എന്ത് ചെയ്യാം? നിൽക്കാം. കുറച്ച് നേരം ക്ഷീണം വരുമ്പോൾ നമ്മൾ ഇരിക്കും. എങ്കിലും നമ്മൾ ശരീരത്തിൽ കുറച്ച് പെയിൻ എടുത്തിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കുകയാണ്. അതുപോലെ മുട്ടിന്മേൽ നിൽക്കുക. മുട്ടിന്മേൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ശരീരഭാഷയാണ്. കർത്താവ് യേശുവിൻ്റെ ഒരു വരച്ചു ചേർത്ത ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഗെത്ശമന തോട്ടത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥന ചിത്രകാരനെ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? യേശു നിന്നുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? യേശു ഒരു ചെറിയ പാറയുടെ പുറത്ത് ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു രൂപം ചിത്രകാരൻ വരച്ചെടുത്തിട്ടുണ്ട്. അത് ചിത്രകാരൻ്റെ ഭാവനയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു പോസ്റ്ററാണ്, ആരാധനയുടെ ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഒന്ന്, നമുക്ക് സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുക. മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുക. മുട്ടുകുത്തി നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി നമുക്ക് നിന്ന് പ്രാർത്ഥിക്കാം. അതാണ് മുട്ടിന്മേൽ ഇരുന്ന്, മുട്ടിന്മേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ മുട്ടുമടക്കി ഈ കൈ കൂടെ മടക്കി നമ്മളിരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ഇസ്ലാം മത വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊരു 5000 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കാതിരുന്നാലും എല്ലാത്തിൻ്റെയും നടുവ് എന്ത് ചെയ്യും? അവർ വണങ്ങിയ ദൈവത്തെ നമസ്കരിക്കുകയുള്ളൂ. കാരണം അവർക്ക് ആരാധിക്കാൻ ഒരു പോസ്റ്ററുണ്ട്. അങ്ങനെ അവർ ആരാധിക്കൂ. ആരാധനയുടെ പോസ്റ്റർ അങ്ങനെയാണ്. അങ്ങനെ ആരാധിക്കാൻ പാടുള്ളൂ. അതുപോലെ നമുക്കും ആരാധനയുടെ ഒരു പോസ്റ്ററുണ്ട്. നമ്മുടെ ആരാധനയുടെ പ്രാർത്ഥനയുടെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ മുട്ടുകുത്താൻ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യണം? മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. സർവ്വ അംഗങ്ങളും നമുക്ക് മടക്കാൻ പറ്റിയില്ല എങ്കിലും മുട്ടുമടക്കിയെങ്കിലും അറ്റ്ലീസ്റ്റ് കഴിയുന്ന പ്രായത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഒരുപക്ഷെ നമുക്ക് പ്രായമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കും, അത് പ്രശ്നമില്ല. നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവരെ നമ്മളൊന്ന് ശീലിപ്പിക്കണം. അങ്ങനെ ശീലിപ്പിച്ചുള്ളൊരു നേട്ടം എന്നറിയാമോ? മറ്റാരുടെ മുമ്പിൽ ഒരിക്കലും മുട്ടുമടക്കേണ്ടി വരില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ മുട്ടുമടക്കി ശീലിച്ചു കഴിഞ്ഞാൽ മറ്റാരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും മുട്ടുമടക്കേണ്ടതായിട്ട് വരികയില്ല. ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആരാധനയുടെ ഒരു ഏകാഗ്രത നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരു കാര്യം നമുക്ക് ഏകാഗ്രതയോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ചില ഒരുക്കങ്ങളാണ് ഞാൻ പറഞ്ഞത്. മുട്ടിന്മേൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശലോമോൻ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് ഇരു കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേൽക്കും. ഇപ്പോൾ ശരീരത്തിൻ്റെ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് നിൽക്കുമ്പോൾ
ഇതിൽ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ വന്ന് നിങ്ങൾക്ക് വേറെ പ്രയാസമൊന്നും തോന്നരുത്, ഞാൻ പൊതുവായിട്ട് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്ററിൽ നിന്ന് ആരാധിക്കും. ഇത് കൊണ്ട് നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഈ പ്രതികളെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ പ്രതികൾ ഇങ്ങനെ നിൽക്കും, ചിലരത് ഇങ്ങനെ കൈകെട്ടി നിൽക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ആരാധനയുടെ പോസ്റ്റർ അല്ല. അപ്പം നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ കൈകൂപ്പി നിന്ന് ആരാധിക്കാം. മനസ്സിലായോ? ഇങ്ങനെ വയ്ക്കുന്നതിന് പകരം ഈ കൈയെടുത്ത് ഇങ്ങനെയൊന്ന് വയ്ക്കാമല്ലോ. അത് വലിയൊരു വിനയത്തിൻ്റെ ഒരു രീതിയല്ലേ? അപ്പോൾ അതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ചിലർ ആണെങ്കിൽ ഈ കൈ ഇങ്ങനെ വയ്ക്കുന്നതിന് പകരം ഇങ്ങനെ വെച്ച് ആരാധിക്കുക. അതൊരു സപ്ലിക്കേഷനാണ് ദൈവസന്നിധിയിൽ. കർത്താവേ, ഞാൻ ഒന്നുമില്ല. അപ്പോൾ ഈ കൈ വയ്ക്കുന്നത് തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഒന്ന് മാറ്റി വയ്ക്കുമ്പോൾ നമ്മളറിയാത്ത ഒരു ഏകാഗ്രത നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ ഒരു നിങ്ങളൊന്നത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരത്തിൻ്റെ പോസ്ചർ, കൈകൂപ്പി നിൽക്കുക, കൈ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു, ഇത് രണ്ടും കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളെ കൊണ്ടുവന്ന് ഒരു പ്രതിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പോലെയല്ല, നമ്മളെ ആരെയും ബന്ധിച്ചല്ല ദൈവസന്നിധി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഫ്രീ ആണ്. മനസ്സിലായോ? നമ്മൾ ഫ്രീ ആണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ദൈവസന്നിധിയിൽ, കർത്താവേ, നിന്റെ സന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. എൻ്റെ ഈ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ എന്നെ ഒന്ന് ശാന്തമാക്കി, എൻ്റെ ഹൃദയത്തിലെ ഭാരത്തെ ഒന്ന് മാറ്റി എന്നെ സമാധാനത്തോടെ ഒന്ന് നയിക്കണമേ. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ തന്നെ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞു. മനസ്സിലായോ? ഇത് പറയണമെന്നില്ല. കൈ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരഭാഷ ആരാധനയുടെ ഭാഷയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒറ്റയ്ക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ പരസ്യമായിട്ടൊന്നും എല്ലാവർക്കും ഇത് പറ്റിയെന്ന് വരത്തില്ല. ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ പേഴ്സണൽ പ്രയറുകളിൽ നിങ്ങൾക്കൊരു സ്ഥാപനമുണ്ട്, വീടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് നിങ്ങൾക്ക് അല്പസമയം കിട്ടുമ്പോൾ നിങ്ങളുടെ കർത്താവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ വീണ്ടും 63-ാമത്തെ വാക്യത്തിലേക്ക് എത്തുന്നു. ശലോമോൻ രാജാവ് ഈ പ്രാർത്ഥന എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ജനത്തിനോട് പറഞ്ഞു കൊടുത്തു. ആദ്യം മുതൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, അദ്ദേഹം ദൈവാലയം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പറയുകയാണ്, ഈ ആലയം എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ശുശ്രൂഷകൾ നടത്തപ്പെടണം. ജനത്തിൻ്റെ ഭാരങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകണം. മനപീഡകൾക്കുള്ളവർക്ക് ഇതിൽ നിന്നൊരു വിമോചനം കിട്ടണം. അന്യജാതിക്കാരൻ, പരദേശി ഈ ദേശത്ത് വന്ന് ദൈവാലയത്തെ നോക്കി യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം അവന് നടത്തിച്ചു കൊടുക്കണം. നമ്മളൊരു നാട്ടിൽ നിന്ന് മാറി നിന്ന് പോയാൽ ഈ ആലയത്തിലുള്ള ദൈവസാന്നിധ്യം ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകരുത്. നന്മയായിരിക്കണം. നിങ്ങൾ പരദേശികളായി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരുന്ന് ദൈവത്തോട് ഏകാഗ്ര ഹൃദയത്തോട് പ്രാർത്ഥിക്കണം. ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അതിനു വേണ്ടിയുള്ള ഇടമാണ് ഈ ദൈവാലയം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഏകാഗ്രത ദൈവാലയത്തിൽ വരുമ്പോൾ ദൈവജനത്തിന് ഉണ്ടാകണമെന്നും പറഞ്ഞു. അതിനുശേഷം പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. രാജാവും എല്ലാ ഇസ്രായേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിച്ചു. അപ്പോൾ ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യാഗം അർപ്പിക്കുക എന്ന് പറയുന്നത്. യാഗം അല്ലെങ്കിൽ ബലിയർപ്പിക്കുക എന്ന് പറയും. യാഗപീഠം പണിത് യാഗവസ്തുക്കളോടുകൂടെ ദൈവത്തിന് യാഗം അർപ്പിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യാഗം എന്ന് പറയുന്നത് കർത്താവായ യേശു എല്ലാവർക്കും വേണ്ടി ഏക യാഗമായി തീർന്നത് കൊണ്ട് നമ്മൾ കർത്താവായ യേശുവിൻ്റെ ശരീരരക്തവും സ്വീകരിക്കുന്നതാണ് നമ്മുടെ യാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവാലയം ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു യാഗം അർപ്പിക്കുകയാണ്. യാഗം അർപ്പിക്കുമ്പോൾ അവിടെ സമർപ്പിച്ച വസ്തുക്കളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ശലോമോൻ രാജാവ് 22,000 കാള, 22,000 കാള, നിങ്ങളൊന്ന് ഇമേജിൻ ചെയ്ത് നോക്കിയേ. നമുക്കൊരു 100 കാളയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളിയുടെ കോമ്പൗണ്ട് എന്ത് ചെയ്യും? നിറയും. 22,000 കാള എന്ന് പറഞ്ഞാൽ അത്രയും കാളയെ സ്ലോട്ടർ ചെയ്യണം, അതിനെ കട്ട് ചെയ്യണം, അതിന് ബലിയർപ്പിക്കണം, യാഗം അർപ്പിക്കണം. എന്തുമാത്രം യാഗത്തിനുള്ള സ്ഥലം വേണ്ടി വന്നു, എന്തെല്ലാം കാര്യങ്ങൾ അതിനു വേണ്ടി ഒരുക്കി എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കാളയെ കൊണ്ടുവരുമ്പോൾ, ഇത്രയും
മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ അത്രയും ജനവും അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. അതിനുശേഷം ആടിൻ്റെ എണ്ണം നോക്കിയേ, 1,20,000, 1,20,000 ആട്, 1,20,000 ആട്, എല്ലാം കൂടി ഒരു 1.5 ലക്ഷത്തോളം മൃഗങ്ങൾ ആണ് അന്ന് ദൈവസന്നിധിയിൽ യാഗത്തിന് അർപ്പിച്ചത്. അതായത് ദൈവാലയം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അത്രയും വിലയേറിയത് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയായി കൊടുത്തു. അങ്ങനെ ഇവർ 14 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് അവർ വന്ന് പല സ്ഥലങ്ങളിൽ പാർത്തു, യാഗം അർപ്പിച്ചു. ഇതിൽ നിന്ന് പലതും ഇവർ ഭക്ഷിക്കുന്നതാണ്. ബലിയർപ്പിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷിച്ച് പാനം ചെയ്ത് സന്തോഷത്തോടു കൂടി മടങ്ങിയതാണ്. അപ്പോൾ ഇത്രയും വിലയേറിയതായി അവർ ദൈവസന്നിധി കണ്ടു എന്നതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിലയുള്ളതായി അവരവർക്ക് വിലയുള്ളതിനെ കൊണ്ടുവന്നു, അർപ്പിച്ചു, യാഗം അർപ്പിച്ചു. അങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഒരു ആലയത്തിൻ്റെ പ്രതിഷ്ഠയിൽ ആർക്കൊക്കെ സ്ഥാനമുണ്ടായിരുന്നു? രാജാവും അതുപോലെ ജനവും. ഇനി നമ്മൾ പറഞ്ഞ് ആരാണ് നമ്മുടെ രാജാവെന്ന് പറയുന്നത്? സർവശക്തനായ ദൈവമാണ്. അതാണ് നമ്മൾ പാടുന്നത്, യഹോവ ദൈവമാ, നമ്മൾ അവൻ്റെ ജനങ്ങളാണ്, അവൻ്റെ അവകാശമുള്ള ജനങ്ങൾ. അപ്പോൾ യഹോവയായ ദൈവമായ രാജാവിൻ്റെ പേരിൽ ഈ ആലയം പ്രതിഷ്ഠിക്കപ്പെട്ടു. ശലോമോൻ രാജാവ് ഭൂമിയിൽ ഒരു രാജാവാണ്. അദ്ദേഹം ആലയത്തിൻ്റെ പ്രതിഷ്ഠകൾക്ക് നേതൃത്വം നൽകി. അങ്ങനെയെങ്കിൽ ശലോമോൻ രാജാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകമുണ്ടായിരുന്നു. ആലയം പ്രതിഷ്ഠിച്ചു, ജനങ്ങളും അതിനോട് ചേർന്ന് നിന്നു. കാരണം ജനത്തിനറിയാം ഇത് ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നൽകുന്ന ഒരു ഇടമാണ്. ദൈവാലയത്തിൽ അതെല്ലാം പ്രതിഷ്ഠിച്ചു. 64-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന താമ്ര യാഗപീഠം, പിന്നെ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ഇവയുടെ മേധസ് കൊള്ളുന്നതിന് പോരാതിരുന്നത് കൊണ്ട് യഹോവയുടെ ആലയത്തിൻ്റെ മുമ്പിലുള്ള പ്രാകാരത്തിൻ്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ മറ്റൊരു ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗത്തിനുള്ള മേധസ് അർപ്പിച്ചു. അപ്പോൾ സാധാരണയായി യാഗം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമുണ്ട്, താമ്രം കൊണ്ടുള്ള യാഗപീഠം, അതിനകത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും തീയിട്ടിട്ട്. അപ്പോൾ ഇത്രയും ഒരുമിച്ച് വന്നപ്പോൾ ഇതിൻ്റെ മേധസ് അതിനകത്ത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. എന്താണ് മേധസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ മാംസം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് കാണും? ഫാറ്റ് കാണും, കൊഴുപ്പ്. അപ്പോൾ ഈ കൊഴുപ്പാണ് എന്ത് ചെയ്യുന്നത്? ഈ താമ്ര പാത്രത്തിനകത്ത് ഇട്ടിട്ട് ചൂടാക്കി അതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ദൈവത്തിൻ്റെ പ്രസാദമായിട്ട് അവർ കണക്കാക്കിയിരുന്നത്. ബാക്കി മാംസം പലതും അവർ തന്നെ ഭക്ഷിക്കും, ചിലത് പുരോഹിതന്മാർ ഭക്ഷിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ധാരാളമായിട്ട് വന്നപ്പോൾ സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രാകാരത്തിൽ ആര് വരുന്ന സ്ഥലമാണ്? ആരാണ് പ്രാകാരത്തിൽ വരുന്നത്? ജനങ്ങൾ ആരാധനയ്ക്ക് വരുന്ന സ്ഥലമാണ് പ്രാകാരം. അവിടെ പുതിയ ഓൾട്ടർ ഉണ്ടാക്കി, പുതിയ താമ്രപീഠം ഉണ്ടാക്കി, അവിടെയും എന്ത് ചെയ്തു? വീണ്ടും ബലി അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തു. അതിൻ്റെ അർത്ഥം ആലയം നിറഞ്ഞു കവിയുന്ന രീതിയിൽ ദൈവജനം വന്നു എന്നതാണ്. ആലയത്തിൽ ദൈവജനം നിറഞ്ഞു കവിയുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്നു. അതാ പറഞ്ഞ, സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ ദൈവം അനുഗ്രഹം നൽകുമെന്ന് ദൈവവും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ധാരാളം ജനം ദൈവത്തെ ആരാധിക്കാനായിട്ട് അവിടെ വരികയും ചെയ്തു. അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്, എന്തെന്നറിയാമോ? ദൈവജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ മടി കൂടാതെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ ദൈവം അതിനാവശ്യമായ അനുഗ്രഹങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്നതാണ്. പുറത്ത് സ്പേസ് ഇല്ലായിരുന്നു, വീണ്ടും സ്പേസ് ആരുണ്ടാക്കി? ദൈവം ഉണ്ടാക്കുകയാണ്. ആദ്യം അവർക്ക് യാഗം അർപ്പിക്കാനുള്ള സ്പേസ് ഇല്ല, പക്ഷെ വീണ്ടും കൂടുതൽ വന്നപ്പോൾ സ്പേസ് വേണ്ടി വന്നു. ദൈവം ആ സ്പേസ് ഒരുക്കി കൊടുത്തു. ജനം വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ ആരാധനയ്ക്കുള്ള ഇടങ്ങൾ ദൈവം തന്നെ ദൈവജനത്തിന് രൂപപ്പെടുത്തി കൊടുക്കും. അതൊരു മുന്നൊരുക്കമായിരുന്നു. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ജെറുസലേം ദൈവാലയത്തിൻ്റെ ഈ ചുറ്റുപാട് മതിലുണ്ട്. പിന്നീടൊക്കെ പണിയുന്ന ഈ ജെറുസലേം ദൈവാലയത്തിൻ്റെ മതിലിൻ്റെ വലിപ്പം വീണ്ടും വെളിയിലൊക്കെ പൊളിച്ചാണ് അവർ പണിതത്. കാരണം അത്രയും ജനത്തെ ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം സോളമൻ്റെ കാലത്ത് പണിതു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുതുക്കി പണിതു. ഹെരോദ രാജാവിൻ്റെ കാലത്ത് പണിയുന്നു. അപ്പോഴൊക്കെ ഈ മതില് ഇപ്പോഴുള്ളതിനെ പൊളിച്ച് എങ്ങോട്ട് പണിയും? വീണ്ടും വശങ്ങളിലേക്ക് മാറ്റും. കാരണം അത്രയും ജനത്തിൻ്റെ പെരുപ്പം ഹേതുവായി ആരാധനയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ അത് ക്രമീകരിച്ചു. അതായത് പ്രാകാരം വലുതാക്കി കൊടുത്തു എന്നതാണ്. പ്രാകാരം ജനത്തിൻ്റെ ആരാധനയ്ക്ക്, ജനത്തിന് വരാനുള്ള സ്പേസ് വർദ്ധിപ്പിച്ചു കൊടുത്തു. അതായത് ദൈവജനം വരുന്നതിനനുസരിച്ച്
ദൈവം അതിൻ്റെ വലുപ്പം അവർക്ക് വലുതാക്കി കൊടുത്തു. അങ്ങനെ അവർ ചെയ്തത് ഈ മധ്യഭാഗം ശുദ്ധീകരിച്ചു. അവിടെ ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം ഇത് അർപ്പിച്ചു. നിങ്ങൾക്ക് ഈ യാഗങ്ങളെക്കുറിച്ച് ഞാനൊരു ദിവസം പറഞ്ഞുതരാം. ഹോമയാഗം എന്താണ്, സമാധാനയാഗം എന്താണ്, പാപപരിഹാരകാരം യാഗം എന്താണ്. ഈ യാഗത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും അത് പഠിച്ചിരിക്കേണ്ടതാണ്. ഇടയ്ക്കൊരു ദിവസം അതിനെക്കുറിച്ച് പറയാം നമുക്ക്. 65-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ശലോമോനും അവനെ കൂടെ ഹമാത്തിന്റെ അതിർത്തി മുതൽ മിസ്രയീം തോട് വരെയുള്ള എല്ലാ ഇസ്രായേലും വലിയൊരു സഭയായി ആ സമയത്ത് നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസവും പിന്നെയും 7 ദിവസവും അങ്ങനെ 14 ദിവസം ദൈവസന്നിധിയിൽ വന്ന് അവർ ദൈവത്തോട് കൂടെ ഇരുന്നു. എത്ര ദിവസം? 14 ദിവസം. 14 ദിവസം ജനങ്ങൾ മുഴുവനും ദൈവത്തെ ആരാധിക്കാനായി ദൈവത്തോട് ചേർന്നിരുന്നു. ഈ 14 ദിവസവും അവർ ദൈവസാന്നിധ്യത്തോട് ചേർന്നിരിക്കാനായി ആഗ്രഹിച്ചു. ആദ്യം 7 ദിവസം, അത് കഴിഞ്ഞ് 7 ദിവസം അവർ ദൈവത്തോട് ചേർന്നിരുന്നു. 8-ാം ദിവസം ഈ ആദ്യത്തെ 7 ദിവസം ഒരുക്ക ദിനങ്ങളാണ്. അതിനുശേഷമുള്ള 7 ദിവസം സെലിബ്രേഷനാണ്, വർഷിപ്പാണ്. അത് കഴിഞ്ഞ് 8-ാമത്തെ ദിവസം ജനത്തെ ദൈവം പറഞ്ഞയച്ചു. ശലോമോൻ പറഞ്ഞു, നമ്മുടെ ഈ ഫീസ്റ്റ് കഴിഞ്ഞു, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മടങ്ങിപ്പോകാം. നമ്മുടെ സഭയുടെ വാരാഘോഷങ്ങളെല്ലാം ഒരാഴ്ചയാണ്. CEFന്റെ പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഒരു ഞായറാഴ്ച തുടങ്ങി അടുത്ത ഞായറാഴ്ച. അപ്പോൾ എത്ര ദിവസം വരും? 7 ദിവസമോ 8 ദിവസമോ? 8-ാമത്തെ ദിവസം. ശരിയല്ലേ? കുടുംബവാരം, കൊയറിൻ്റെ വാരം, ബാലജനവാരം, ഇങ്ങനെ ഏത് നോക്കിയാലും നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത്? 8 ദിവസം. സഭയുടെ വാർഷികം ഒരു ഞായറാഴ്ച തുടങ്ങും, 8-ാമത്തെ ദിവസം ക്ലോസ് ചെയ്യും. അതിന് പിന്നിൽ ഒരു ദൈവാനുഗ്രഹമുണ്ട്. ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് ശലോമോൻ രാജാവ് പറയുന്നുണ്ട്. നമുക്ക് 66-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് വായിച്ചു കഴിഞ്ഞാൽ, യഹോവ തൻ്റെ ദാസനായ ദാവീദിനും തൻ്റെ ജനമായ ഇസ്രായേലിലും ചെയ്ത എല്ലാ നന്മയെക്കുറിച്ചും സന്തോഷവും ആനന്ദവുമുള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയി. അപ്പോൾ ഇതുപോലെ ഓരോ വാരത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ചില ദൈവാനുഭവങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് സന്തോഷവും ആനന്ദവും. സന്തോഷവും ആനന്ദവും. സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നിങ്ങൾ ഈ ഞായറാഴ്ച പള്ളിയിൽ വന്നു, അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ എല്ലാവരും കൂടി അടുത്ത ഞായറാഴ്ചയാണ്. ശരിയല്ലേ? ആണോ? അല്ലേ? ആണ്. അപ്പോൾ 8-ാമത്തെ ദിവസം, ഓരോ 8 ദിവസം കൂടുമ്പോഴും നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ 8 ദിവസം കഴിയുമ്പോഴും, ഓരോ 8-ാമത്തെ ദിവസവും ദൈവം നമ്മുടെ ഉള്ളിൽ നൽകുന്ന ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത്, ഓരോ ആരാധന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുമ്പോഴും സന്തോഷവും ആനന്ദവും ഉള്ളവരായി ദൈവാലയത്തിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങണം. ഇതാണ് നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഓരോ ആരാധന കഴിഞ്ഞ് മടങ്ങി, നിങ്ങൾ ഇന്ന് ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച നമ്മൾ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ എങ്ങനെ മടങ്ങണം? സന്തോഷവും ആനന്ദവുമായിട്ട് മടങ്ങണം. പ്രയാസത്തോടു കൂടി മടങ്ങരുത്. ഞായറാഴ്ച പള്ളിയിൽ വന്നു, നിങ്ങൾ പോയി, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം. ഒന്ന്, ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം, ഒരു മേഖലയിലെങ്കിലും നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകണം. അതാ പറഞ്ഞത്, സന്തോഷവും ആനന്ദവും അനുഭവിച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയി. അപ്പോൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുന്ന ജനത്തെക്കുറിച്ച് ദൈവാലയത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറഞ്ഞേ, എന്താണ്? പള്ളിയിൽ വന്ന് നമ്മൾ എങ്ങനെ മടങ്ങണം? സന്തോഷത്തോടും ആനന്ദത്തോടും മടങ്ങണം. ഇത്രയേ ഉള്ളൂ പള്ളിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഒരു അധ്യായം ഫുൾ പറഞ്ഞിട്ട് എന്തിന് ദൈവാലയം എന്ന് ചോദിച്ചാൽ, ദൈവജനം സന്തോഷത്തോടും ആനന്ദത്തോടും മടങ്ങാൻ വേണ്ടി ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുത്ത ദൈവ സാന്നിധ്യമുള്ള ഒരിടം. അപ്പം നിങ്ങൾക്ക് സന്തോഷം വേറെ ഒരിടത്തും പോയാൽ കിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആനന്ദം മറ്റീ ലോകപരമായിട്ട് നമുക്ക് കിട്ടുമെങ്കിൽ കുറച്ച് നേരേ ഉള്ളൂ. പക്ഷേ അവൻ്റെ സന്നിധിയിൽ ഇങ്ങനെ നമ്മൾ പറയുന്നു, ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവൻ്റെ സന്നിധിയിൽ, ആരുടെ സന്നിധിയിൽ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിപൂർണതയുണ്ട്. എല്ലാത്തിൻ്റെയും ഏറ്റവും ടോപ്പിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ദൈവസന്നിധിയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. അപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്ന് പറഞ്ഞേ, എന്തിനാണ് നമുക്ക് ദൈവം പള്ളി തന്നിട്ടുള്ളത്? ആരാണ് തന്നിട്ടുള്ളത്? നമുക്ക് സന്തോഷവും ആനന്ദവും തരാൻ വേണ്ടി. അതുകൊണ്ട് ഇത് ആഗ്രഹിച്ച് പള്ളിക്കകത്തേക്ക് വരുമ്പോൾ ഇത് ഒരു ആഗ്രഹിക്കണം കേട്ടോ. ഡോറിനകത്തേക്ക് കയറുമ്പോൾ കർത്താവേ, ഇന്ന് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ പ്രയാസത്തോടുകൂടാണ് വരുന്നത്, പക്ഷേ ഒരു ആനന്ദം
ഒരു കുളിര്, ഒരു സന്തോഷം എനിക്ക് തിരിച്ചു പോകുമ്പോൾ തരണം. ഈ ക്യാമ്പസ് വിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ആ നിറവോടുകൂടെ ഞാൻ പോകണം. ഒരു പെയിൻ എനിക്ക് ഉണ്ടാവാൻ പാടില്ല, ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല, വിഷമം ഉണ്ടാകാൻ പാടില്ല, ആകുലത ഉണ്ടാകാൻ പാടില്ല, നിരാശ ഉണ്ടാകാൻ പാടില്ല, ഒന്നും വേണ്ട. ഇത് രണ്ടും കിട്ടും നിങ്ങൾക്ക്, സന്തോഷവും ആനന്ദവും. അത് ആഗ്രഹിക്കുക. അതാണ് ദൈവാലയം നിർമ്മിച്ചപ്പോൾ ദൈവാലയത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം. നമ്മൾ തമ്മിൽ പിണങ്ങാൻ വേണ്ടിയോ, നമ്മൾ തമ്മിൽ അന്യോന്യം കലഹിക്കാൻ വേണ്ടിയോ, നമ്മൾ തമ്മിൽ ഭിന്നിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല നമുക്ക് ദൈവാലയം തന്നത്. ഇനി ഞാൻ പറയുന്നത്, പല പള്ളികളുടെയും അവസ്ഥ നിങ്ങൾ നോക്കിയാൽ അറിയാം. പള്ളിയിൽ വരുന്ന ആൾക്കാർ തമ്മിൽ 4, 5 ഒക്കെ ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ആനന്ദവും സന്തോഷവും ഉണ്ടാകുമോ? ഒരാളിൻ്റെ മുഖത്ത് മറ്റൊരാൾ നോക്കില്ല. ഒരു ഇലക്ഷൻ വരുമ്പോൾ 2, 3, 4 ഒക്കെ ആയിപ്പോവുകയാണ്. കർത്താവ് പറയുന്നു, എൻ്റെ ശരീരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നുറുക്കി തന്നത് നിങ്ങളെല്ലാവരും എന്നിൽ ഒന്നാകാൻ വേണ്ടിയാണ്. ദേ ഓൾ മേ ബി വൺ. നിങ്ങളെല്ലാവരും എന്നിൽ ഒന്നാകാൻ വേണ്ടിയാണ്. ഈ ഒന്നാകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സന്തോഷവും സമാധാനവും കിട്ടുന്നത്, നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നത്. അതിനെയാണ് ബൈബിളിൽ ഒരു വചനം പറയും, ഇതാ സഹോദരീ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര ആനന്ദവുമാണ്. അപ്പൊ നമ്മളെല്ലാവരും ആരാണ്? സഹോദരീ സഹോദരന്മാരാണ്. കർത്താവിൻ്റെ തിരുമേശയിൽ വന്ന് പുരോഹിതൻ അപ്പവും വീഞ്ഞും വാഴ്ത്തുമ്പോൾ ആദ്യം പറയുന്നൊരു വാചകമുണ്ട്, ഓർമ്മയുണ്ടോ? സഹോദരീ സഹോദരന്മാരെ എന്നാണ്. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു അപ്പത്തിൽ അംശികളാണ്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ സന്തോഷവും ആനന്ദത്തോടുകൂടെ പോകണം. അപ്പോൾ ഇനി ഓരോ 8 ദിവസത്തിനിടയിൽ നമ്മൾ വരുമ്പോഴും, ഒരു സൺഡേ മുതൽ അടുത്ത സൺഡേ, ഈ ഒരു ലക്ഷ്യം മനസ്സിൽ വയ്ക്കണം. സന്തോഷം വേണം, ആനന്ദം വേണം. അത് കൊണ്ടേ ഞാൻ പോകും. ഒരു ദുഃഖവും പള്ളിയിൽ വന്ന് ഞാൻ കൊണ്ടുപോകില്ല. പള്ളിയിൽ വന്ന് ഞാൻ സന്തോഷവും ആനന്ദവും മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ. ആഗ്രഹിച്ചു വരിക, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഓരോ ദൈവാലയത്തെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം അതാണ്. ദൈവമക്കൾ അത് നേടിയെടുക്കുക. ദൈവം സഹായിക്കട്ടെ.